നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് തിരക്കഥാകൃത്ത് കൂടിയായ അരുന്ധതി റോയിയുടെ 1989 ഇൻ വിച്ച് ആനി ഗീവ്സ് ഇറ്റ് ദോസ് വൺസ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ് അവർ എഴുതിയത്. ഈ ചിത്രം 2026 അന്താരാഷ്ട്ര ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ക്ലാസിക് വിഭാഗത്തിലാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവർ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ പിന്മാറുകയാണ് ഉണ്ടായത്. ചിത്രം പിൻവലിച്ചോ എന്നറിയില്ല. അവർ പങ്കെടുക്കുന്നതിന് ഉള്ള സംഭവത്തിൽ അവർ പിന്മാറുകയാണ് ഉണ്ടായത്. ചിത്രം പിൻവലിക്കാനായിട്ട് സാധ്യത കാണുന്നില്ല. കാരണം അത്രയ്ക്ക് ശക്തമായ പ്രതിഷേധമാണെങ്കിൽ തങ്ങളുടെ ചിത്രം പോലും പ്രദർശിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറയണം. അതല്ലാതെ ആൾ മാറിയിട്ട് ഇപ്പോൾ സംവിധായകൻ മാറി അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് പിന്മാറി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങൾ ഈ സിനിമ കാണിക്കാനായിട്ട് അവിടേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം പറയണമായിരുന്നു. അതിന് പാലസ്തീൻ വിഷയമാണ്. പാലസ്തീനിലെ വിഷയം, ഗാസയിലെ വിഷയം ഉള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അടങ്ങിയ സിനിമകൾ കാണിക്കില്ല എന്നായിരുന്നു ആ മേളയുടെ അധികൃതരുടെ, ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അധികൃതരുടെ നിലപാട്. എന്തിനാണ് അരുന്ധതി റോയ് ഇത്ര വാശി പിടിക്കേണ്ട കാര്യം എന്താണ്? അരുന്ധതി റോയിയെ പോലെയുള്ള ആ കപട ബുദ്ധിജീവികൾ, അരുന്ധതി റോയ് ആകെ ഒരു പുസ്തകമാണ് എഴുതിയത്. രണ്ടാമതൊരു പുസ്തകം വന്നു, അതൊന്നും വായിച്ചാലൊന്നും ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഇങ്ങനെ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിലാണോ ക്ലാസിക് കൃതികളൊക്കെ ഉണ്ടാകുന്നത്? സ്മോൾ തിങ്സ്, ലോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള ആ പുസ്തകം എങ്ങനെയോ സിമ്പിളായിരുന്നു. അത് സിമ്പിളായിരുന്നു. അതിന് ബുക്കർ പ്രൈസൊക്കെ കിട്ടി, നല്ല സന്തോഷമുണ്ട്. മലയാളികൾക്ക് കിട്ടി, ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതിലൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് എന്തുകൊണ്ടാണ് അരുന്ധതി റോയ് ഇത്രയും കാലമായിട്ടും ഒരു പുസ്തകം, ഒരു നല്ലൊരു കൃതി അവർക്ക് എഴുതാനായിട്ട് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബെന്യാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ബെന്യാമിൻ്റെ ആടുജീവിതം ഭയങ്കര കൃതിയാണ് എന്നൊക്കെ ആണ് ഇവിടെ ആളുകൾ പറയുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടാമതൊരു കൃതി ഉജ്ജ്വലമായ, അതിലും മികച്ചു നിൽക്കണമല്ലോ? ഇപ്പോൾ നമ്മുടെ ഗബ്രിയേല ഗാർസിയ മാർക്കേസിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത് എന്താണ്? 100 Years of Solitude എന്ന പുസ്തകത്തിന് ശേഷം അദ്ദേഹം നിരവധി അതിലും മികച്ചു നിൽക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ എഴുതി. ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർട്ടോൾഡ് ഒരു ചെറിയ പുസ്തകമാണ്, എങ്കിലും അത് നമ്മൾ പിടിച്ചുലയ്ക്കുന്ന ഒരു കൃതി തന്നെയാണ്. ഈ അരുന്ധതി റോയിയെ പോലെയുള്ള ആൾക്കാർക്ക്, ബെന്യാമിനെ പോലെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു കൃതി എഴുതാനായിട്ട് സാധിക്കാതെ വരുന്നത്? അതാണ് കാര്യം. അപ്പോൾ അത് പ്രതിഭയുടെ ഒന്നുമല്ല, ചക്കയിട്ടപ്പം മുതൽ എത്തും എന്ന് പറയുന്ന പോലെയുള്ള കാര്യമാണ്. ഇത്തരം വിമർശനങ്ങൾ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. വ്യക്തിപരമായ ഹത്യ നടത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇവരിൽ നിന്നും നല്ല കൃതികൾ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. വായനക്കാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആസ്വാദകൻ എന്നുള്ള നിലയിൽ. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകൻ സ്വയംവരം എന്ന സിനിമ എടുത്തതിന് ശേഷം അദ്ദേഹം അതിലും മികച്ച സിനിമകളാണ് പിന്നീട് എടുത്തത്. കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം എന്നൊക്കെ പറയുന്ന സിനിമകൾ, അനന്തരം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ സ്വയംവരത്തിന് എല്ലാം കവച്ചു വയ്ക്കുന്ന സിനിമകളായിരുന്നു. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. പ്രതിഭാധനന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതി, അതിനുശേഷം അദ്ദേഹം മറ്റു കൃതികൾ എഴുതിയിട്ടില്ലേ? എത്രയോ മികച്ച ചെറുകഥകൾ എഴുതി അദ്ദേഹം. അവിടെയൊക്കെയാണ് അവർ മഹാന്മാരാകുന്നത്, മഹതികളാകുന്നത്. അവിടെ കപട ബുദ്ധിജീവികളല്ല, അത് മനസ്സിലാക്കണം. ഇവിടെ പുൽവാമയിലും നമ്മുടെ പഹൽഗാമിലും നടന്ന അതിക്രൂരമായ മതതീവ്രവാദികളുടെ വേട്ടയെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്തവർ പാലസ്തീൻ്റെ ഒടിയും പൊക്കി പിടിച്ചുകൊണ്ട് ബെർലിൻ അന്താരാഷ്ട്ര മേളയിലേക്ക് ചെന്നിരിക്കുന്നവർക്ക് അവർക്കറിയാതെ, ആർക്ക്? നമ്മുടെ ചലച്ചിത്രമേള നടത്തുന്നവർക്കറിയാം. ബെർലിൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിമാനപൂരിതമായിട്ടുള്ള നിമിഷങ്ങൾ സമ്മാനിച്ച, അനന്തരമൊക്കെ കാണിച്ച സമയത്ത് ഈ അനന്തരത്തിന്
അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അനന്തരത്തിന് അവാർഡ് കൊടുത്ത പ്രത്യേക ജൂറി അവാർഡാണ് അനന്തരത്തിന് കിട്ടിയത്. പക്ഷേ അവിടെ അവിടെ നടന്നത് എന്താ, ജൂലിയ ആൻഡ് ജൂലിയ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സിനിമയ്ക്കാണ് അവിടെ അന്ന് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഈ ജൂലിയ ആൻഡ് ജൂലിയയും അനന്തരവും തമ്മിലൊന്ന് എടുത്ത് വെച്ച് ഒന്ന് കണ്ടു നോക്കുക. നമ്മളൊന്ന് കണ്ടു നോക്കുക. ഈ രണ്ട് സിനിമകളും കണ്ട ആളെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ജൂലിയ ആൻഡ് ജൂലിയ, ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ അനന്തരത്തിനോട് മത്സരിച്ച് വിജയിച്ച് ജൂലിയ ആൻഡ് ജൂലിയ എന്ന സിനിമ കവിതാ തിയേറ്ററിൽ, എറണാകുളത്ത് കവിതാ തിയേറ്ററിൽ, അനന്തരവും അവിടെ തന്നെയാണ് കണ്ടത്. എറണാകുളത്തെ കവിതാ തിയേറ്ററിൽ തന്നെയാണ് അനന്തരവും കണ്ടത്. അപ്പോൾ ഒരു പ്രതിഭാധനനായ ഒരു വ്യക്തി, വിജയകൃഷ്ണൻ പറയുന്നത് പോലെ, നമ്മുടെ നിരൂപകനായിട്ടുള്ള വിജയകൃഷ്ണൻ പറയുന്ന പോലെ തൻ്റെ പൂർവ്വകൃതിയെ മറികടക്കണം. അതിൻ്റെ അനുരണനമാണ് പിന്നീടൊക്കെ വരുന്നതെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അയാൾ പ്രതിഭാശാലി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയല്ലേ. ഈ ഒരു കൃതിക്ക് ശേഷം ബെന്യാമിനും എഴുതിയിട്ടില്ല മികച്ച ഒരു കൃതി, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയോ കൃതികൾ എഴുതിയെന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിനെ കവച്ചു വെക്കുന്ന മികച്ച ഒരു കൃതി ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ബെന്യാമിൻ വന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ, അരുന്ധതി റോയിയെ പറ്റി പറയുന്നതിനേക്കാളും ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പരാമർശിച്ചു പോയത്. ഇവിടെ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് പാലസ്തീൻ്റെ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് എവിടെ വന്നു, നമ്മുടെ പാർലമെൻറ്റിൽ വന്നതായിട്ട്. പാലസ്തീൻ്റെ കൊടിയല്ല, പാലസ്തീൻ്റെ പതാകയുള്ള എന്തൊരു സഞ്ചി കൊണ്ടാണ് വന്നത്. ഇവർക്കൊക്കെ എന്താണ്, ഇവർക്കൊക്കെ നമ്മുടെ നാടിനോടല്ല ഇവർക്ക് കടപ്പാട്. ഇവർക്ക് കടമയും കടപ്പാടൊന്നും നമ്മുടെ നാടിനോടല്ല, അവർക്ക് പാലസ്തീനോട് 4000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാലസ്തീനോടാണ് അവർക്ക് ചായ്വ്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഇവരുടെ തലയൊക്കെ എവിടെ കൊണ്ടുവന്നാണ് വെച്ചിരിക്കുന്നത്? ആരുടെ കക്ഷത്തിലാണ്? മത തീവ്രവാദികളുടെ കക്ഷത്തിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ പക്ഷത്തു നിന്നും ഇവർക്ക് വൻ തുകകളൊക്കെ ഓഫറുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളെ ഒന്ന് നമ്മളൊന്ന് നോക്കുക. മാധ്യമങ്ങൾ, പത്രം, മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളെ എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു കാര്യം ഭംഗിയായിട്ട് റിപ്പോർട്ടിങ് നടന്നിട്ടുണ്ടോ? ഒരു ജനൻ ടി വി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ മറ്റ് യൂട്യൂബ് ചാനലുകാർ, മറുനാടൻ മലയാളി പോലെയുള്ള ചാനലുകൾ, ഇവർ മാത്രമാണ് ഇവിടെ നടക്കുന്ന നൃശംസതയെക്കുറിച്ച്, ക്രൂരതകളെക്കുറിച്ച് സംസാരിക്കുന്നത്. 1921 അവിടെ നടന്ന ക്രൂരതയെപ്പറ്റി കുമാരനാശാൻ എഴുതിയല്ലോ. കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതിയിൽ കുമാരനാശാൻ എഴുതി വെച്ചു, ക്രൂര അഹമ്മദിയർ എന്നാണ് കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെക്കുന്നുണ്ട്. ഒരു ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ് എൻ്റെ മൈക്ക് വരെ ഇവർ ഓഫാക്കി. എന്തിന്? കുമാരനാശാൻ്റെ മരണം എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കുമാരനാശാൻ മരണപ്പെട്ടത്? എങ്ങനെയാണ് നീന്തലറിയാവുന്ന കുമാരനാശാൻ മരണപ്പെട്ടത്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കടമ നമ്മുടെ ആളുകൾക്കുണ്ട്. പക്ഷെ ആരും അത് നിർവഹിക്കുന്നില്ല. ആരെ പേടിച്ചിട്ടാണ്? ഒരു വാക്കെഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത്. അവലും മലരും കരുതി വെച്ചോ, കുന്തിരിക്കാൻ കരുതി വെച്ചോ, വരുന്നുണ്ടോ നിൻ്റെ പറഞ്ഞ് കേട്ട് മടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് നമ്മളെല്ലാവർക്കും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി വരണം. അതിനാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം. അതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കാൻ ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന കപട ബുദ്ധിജീവികൾ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നു. ഇപ്പോൾ സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞില്ലേ, മൂന്നാമതും 3.0 എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു മിനിസ്ട്രി വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മിനിസ്ട്രി, ഇതേ ആളുകൾ ഭരിക്കുന്ന അടുത്തൊരു മിനിസ്ട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി നിശേഷം നശിച്ച് നാരായണകല്ല് പിടിക്കുന്നുള്ളതിന് ആ കാര്യം ആർക്കറിയാം? സച്ചിദാനന്ദന് അറിയാം. അല്ലെങ്കിൽ തന്നെ ആ പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. അവിടുത്തെ ബംഗാളിലെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരൊക്കെയാണ് ഇവിടെ വന്ന് പാത്രം കഴുകുന്നതും അടിച്ചു വാരുന്നതും. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ നാട് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതുപോലെ ഇസ്ലാം മത തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആശയം പേറിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രവും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നമ്മളെല്ലാം എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ ചെഷസ്ക്യൂവിൻ്റെ റൊമേനിയ,
സോവിയറ്റ് യൂണിയൻ, ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവന്മാർ ഭരിച്ച നാടുകളൊക്കെ തകർന്ന് തരിപ്പണമായി പോയില്ലേ? തകർന്ന് തരിപ്പണമായി പോയി. മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകും. അതും പൊക്കി പിടിച്ചുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള കപട ബുദ്ധിജീവികളും ശ്രമിക്കുന്നത്. അരുന്ധതി റോയും അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈ പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. 1989 ഇൻ വിച്ച് ആനി ഗീവ്സ് ഇറ്റ് ദോസ് വൺസ് എന്ന അവർ തിരക്കഥ എഴുതിയ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയും. ഇവിടെ ഞാൻ പറയുന്ന അഭിപ്രായം അതല്ല. ഇവർ ആ മേളയിൽ നിന്ന് പിന്മാറാനുണ്ടായ കാരണം ഗാസയെ പറ്റി പറയുന്ന സിനിമകൾ, അല്ലെങ്കിൽ ഗാസയുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന എന്താണ് ഗാസ? ഇവർ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? അരുന്ധതി റോയ് ഒരു ഖുറാനും വായിച്ചിട്ടില്ല, ഞാനും വായിച്ചിട്ടില്ല. പക്ഷേ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ, ജാമിദ ടീച്ചറിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ ഖുറാനിൽ പാലസ്തീൻ എന്നൊരു വാക്കില്ല എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അതിനെ ആരും എന്താ എതിർക്കാത്തത്? അതിനെതിരെ എന്താണ് ആരും കേസ് കൊടുക്കാത്തത്? ഖുറാൻ വായിച്ചവർക്കറിയാം. ഖുറാനിൽ, ഞാൻ വായിച്ചിട്ടില്ല, ഖുറാൻ വായിച്ചവർക്കറിയാം, ഖുറാനിൽ പാലസ്തീൻ എന്നൊരു പേരില്ല. ജൂത എന്ന പേരും ജൂതായ എന്ന പേരും ഒക്കെയാണ് ഉള്ളതെന്ന് ആരിഫ് ഹുസൈനും ജാമിദ ടീച്ചറും ഒക്കെ പറയുന്നുണ്ട്. ഇവരെ എന്താണ് ആരും എതിർക്കാത്തത്? അപ്പോൾ ഇത് ഉള്ളതാണെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? ഉള്ളതാണെന്ന്. അപ്പോൾ ഈ ഖുറാനിലുള്ളത് ജൂതന്മാരുടെ രാഷ്ട്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി പാലസ്തീൻകാർക്ക് ഒരു തവണ കൊടുത്തതല്ലേ? ഈ പാലസ്തീൻകാർക്ക് നിങ്ങൾ ഭരിച്ചോ, നിങ്ങളുടെ എടുത്തോ എന്നും പറഞ്ഞ് അവർക്ക് കുറേ ഭൂപ്രദേശങ്ങളൊക്കെ കൊടുത്തതാണല്ലോ. എന്നിട്ടും അവിടെ ഇരുന്നു കൊണ്ട് വെറുതെ ഒരു ഒക്ടോബർ 7 മറന്നിട്ടില്ല നമ്മൾ. അത് മറക്കാൻ പാടില്ല. അത് മറന്നുകൊണ്ടാണ് ഈ അരുന്ധതി റോയിയെ പോലുള്ള ആൾക്കാർ, കപട ബുദ്ധിജീവികൾ വന്നിരുന്നിട്ട് ഞാൻ ബെർലിൻ മേളയിൽ പോകുന്നില്ല. എന്നാൽ ബെർലിൻ മേളയിൽ പോകാതെ അവരുടെ സിനിമ കാണിക്കരുത്. ഈ പറയുന്ന ഇൻ വിച്ച് ആനി ഗീവ്സ് ഇറ്റ് ദോസ് വൺസ് എന്ന 1989 സിനിമ ക്ലാസിക് വിഭാഗത്തിലാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. അവിടെ കാണിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊരു പണം കിട്ടും. അവിടെ കാണിക്കുമ്പോൾ അവിടെ നിന്നൊരു പണം, ഒരു പ്രതിഫലം കിട്ടില്ല. വെറുതെ അല്ലല്ലോ കാണിക്കുന്നത്. ആ പ്രതിഫലത്തിന് വേണ്ടി മാത്രം ആ പടം അവിടെ കാണിക്കുന്നു. എന്നിട്ട് ഇപ്പുറം വന്നതെന്ന് നമ്മൾ വലിയ ബുദ്ധിജീവിയാണെന്നുള്ള രീതിയിൽ. എന്ത് ബുദ്ധിജീവി? ആരുടെ ബുദ്ധിജീവി എന്ന് പറയണത്? ഇവരൊക്കെ കപട ബുദ്ധിജീവി. അങ്ങനെയാണ് ഈ പഹൽഗാമിനെ പറ്റി പഹൽഗാമിൽ എന്താണ് നടന്നത് അതിനെക്കുറിച്ച് പറ. മതം നോക്കി ആളുകളെ വെടിവെച്ച്, മതം ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞ ആളുകളെ വെടിവെച്ച് കൊന്ന ആൾക്കാരെ പറ്റി ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും തന്നെ, അതായത് ദൃശ്യമാധ്യമങ്ങളിലൊന്നും തന്നെ ഒന്നും പറഞ്ഞില്ല. ആരും ഒന്നും പറഞ്ഞില്ല, ഒരു ചർച്ചയും നടത്തിയില്ല. എന്നിട്ടാണ് ഇവിടെ ഇരുന്ന ആളുകൾ ഇത് നടക്കില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്ന ഒരു ഇവിടെ മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നേ. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത്, പാടുപെടുന്നത്, പണിയെടുക്കുന്നത്, അവൻ ടാക്സ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവന് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിന് ഈ കപട ബുദ്ധിജീവികൾ സമ്മതിക്കില്ല. അവരിത്തരം വേലത്തരങ്ങളൊക്കെ ഇനി